ഈ വീഡിയോയിലൂടെ നമുക്ക് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്താണെന്ന് നോക്കാം. SSD എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ സ്റ്റോറേജ് മീഡിയ ആണ്. ഇത് സോളിഡ് സ്റ്റേറ്റ് ഫ്ലാഷ് മെമ്മറി എന്നും അറിയപ്പെടും. കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD. കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും SSD ഉപയോഗിക്കുകയാണെങ്കിൽ ഡിവൈസിന്റെ ബൂട്ടിംഗ് ടൈം വളരെ ഫാസ്റ്റ് ആകും. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ലോഡ് ചെയ്യുന്നതിന് എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. ഇത് കമ്പ്യൂട്ടറിന്റെ ടോട്ടൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യും. ഇനി നമുക്ക് SSDയും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ് ഡിസ്കിൽ പ്രധാനമായും ഉള്ളത് സ്പിന്നിംഗ് ഡിസ്കും റീഡ് റൈറ്റ് ഹെഡുമാണ്. എന്നാൽ SSDയിൽ മൂവിംഗ് പാർട്സ് ഒന്നും തന്നെ ഇല്ല. ഒരു SSDയുടെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്ലാഷ് കൺട്രോളറും ഫ്ലാഷ് മെമ്മറി ചിപ്പുമാണ്. ഹാർഡ് ഡിസ്കുകൾ ഇലക്ട്രോമെക്കാനിക്കൽ ഡ്രൈവ്സ് ആണ്. അതേസമയം SSD സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ്സ് ആയിട്ടാണ്. അതേസമയം ഒരു SSDയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ്. സ്പിന്നിംഗ് പാർട്സ് ഉള്ളതുകൊണ്ട് ഒരു ഹാർഡ് ഡിസ്കിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയം SSDയിൽ ഇതുപോലത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിനും മറ്റും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സൈസ് കീപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഹാർഡ് ഡിസ്കിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോയ്സ് ആണ്. ഡ്രൈവ് പ്ലാറ്ററിന്റെ റൊട്ടേഷനും റീഡ് റൈറ്റ് ഹെഡിന്റെ മൂവ്മെന്റുമാണ് ഈ നോയ്സിന് കാരണം. അതുപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിന്റെ പവർ കൺസപ്ഷൻ SSD അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. SSDയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് ആണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് SSDയുടെ കോസ്റ്റ് ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആവശ്യമുള്ള ബാക്കപ്പ് ഡിവൈസിനും മറ്റും സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. SSD മൂവിംഗ് പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് താഴെ വീണാൽ കേടാകാനുള്ള സാധ്യത ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എന്നാൽ SSDയുടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് അതിന്റെ ലൈഫ് സ്പാൻ ആണ്. ഒരു സെല്ലിലേക്ക് അനേകം തവണ റീഡ് റൈറ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ആ സെല്ല് ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടി വരും. ഇതൊക്കെയാണ് SSDയും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇന്റർണൽ ഹാർഡ് ഡിസ്കിന് പകരം ഉപയോഗിക്കുന്ന ഇത്തരം SSDകൾ കൂടാതെ എക്സ്റ്റേണൽ SSD അഥവാ പോർട്ടബിൾ SSDയും അവൈലബിൾ ആണ്.